ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്ത്? എങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടാകുന്നത്? ഈ ഭൂമിയുടെ പ്രാധാന്യം എന്ത്? നമ്മൾ പോകുന്ന കവലകളിലെല്ലാം ക്ഷേത്രം നിർമ്മിക്കാറുണ്ടോ? ഉണ്ടോ? പിന്നെ മിക്കവാറും നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങള് എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമുക്കറിയാവോ? അറിയത്തില്ലല്ലേ? ഒരു ഊഹമൊക്കെ ഉണ്ടെന്നല്ലാതെ കൃത്യമായിട്ട് അറിയാവോ? ഇല്ല അല്ലേ? മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ എന്താ പറയുന്നത്? ഐതിഹ്യം. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊക്കെ ആയിരിക്കും. കൃത്യമായിട്ട് അറിയില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചിലരത് മോശമായിട്ട് വിചാരിക്കും. അങ്ങനെയല്ല, അത്രമാത്രം പൗരാണികമാണ്, അത്രമാത്രം പഴക്കമുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ ഒരു ഈശ്വര ചൈതന്യം ഉടലെടുത്തു? ക്ഷേത്രം ഉണ്ടാകുന്നത് 3-4 രീതികളിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കുന്നംകുളം ഭാഗത്ത് ഒരു വേദക്കാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും പ്രഭാഷണത്തിനായിട്ട് വിളിച്ചു. അപ്പൊ രാവിലെ ആയിരുന്നു ഇതുപോലെ പ്രഭാഷണം. ഇതുപോലെ തന്നെ 5 മണിക്ക് വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രഭാഷണത്തിന്. പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വേദക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിനായി പോവുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചറെ, ഈ പേരിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, വേദം ചേർത്ത് പേര് വരണമെങ്കിൽ അതിനെന്തോ പ്രാധാന്യമുണ്ട്. ടീച്ചർ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം കൂടി ഒന്ന് അന്വേഷിക്കാമോ? അപ്പൊ പൊതുവേ ഞാന് ഈ പ്രഭാഷണത്തിന് പോകുന്നതുകൊണ്ടുള്ള എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിചാരിക്കുന്നത് ധാരാളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പറ്റും. ഞാൻ പ്രഭാഷണത്തിന് മുമ്പ് കഴിവതും ആ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇതുകൂടി അന്വേഷിക്കാം. പക്ഷെ ദൂരെ കൂടുതലായതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടതുകൊണ്ട് നേരത്തെ എത്തി. അപ്പൊ അവിടെ പ്രതിഷ്ഠ മധുര മീനാക്ഷിയാണ്. മധുര മീനാക്ഷിയാണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇപ്പൊ. അവിടെ മഹിഷാസുരമർദ്ദിനിയാണ്. പൊതുവെ നമ്മൾ അത്ര മഹിഷാസുരമർദ്ദിനിയുടെ പ്രതിഷ്ഠ കാണാറില്ല. അത് തൊഴുതു. തൊട്ടപ്പുറത്ത് ദുർഗയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പൊ പറഞ്ഞു, മഹിഷാസുരമർദ്ദിനിക്ക് വളരെ ശക്തി കൂടുതലായതുകൊണ്ട് ആ ശക്തിയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അപ്പുറത്ത് ദുർഗയെ വെച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ദുർഗയെ കാണുന്നില്ല, താഴെ കുടം കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ദുർഗയുടെ അവിടെ പണി നടക്കുകയാണ്, കലശത്തില് ദേവിയെ ആവാഹിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിന്റെ മഹിമ, പ്രത്യേകത? അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചർ വരൂന്ന് പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ വലിയൊരു ഓഡിറ്റോറിയാണ്. അപ്പൊ അതിൽ വലിയൊരു സ്റ്റേജ്, അതിന്റെ ഇവിടെയായിട്ട് മൈക്ക് സെറ്റുകാർ ഇരിപ്പുണ്ട്. കുറെ അവരുടെ പെട്ടിയൊക്കെ ഉണ്ടല്ലോ, കുറെ സാധനങ്ങൾ. അതിന്റെ അപ്പുറത്ത് ഭൂമിയിൽ ഒരു വളരെ വലിയ ഗ്രില്ലിട്ടിട്ടുണ്ട്. ഗ്രില്ല് കൂടെ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ താഴേക്ക് പടികളാണ്. അപ്പൊ പറഞ്ഞു, ഈ പടികളുടെ അടിയിൽ ഗുഹയാണ്. അതിനുശേഷം മൈക്ക് വെച്ചിരിക്കുന്നത് കാണിച്ചു. ഈ മൈക്ക് മുഴുവൻ വെച്ചിരിക്കുന്നത് ഒരു ഗ്രില്ലിലാണ്, അവിടെയും ഗുഹ. ഈ ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ ഇതുപോലെ ഗുഹകളാണ്. അവര് പറഞ്ഞത്, ഈ ഓഡിറ്റോറിയം പണിയാനായിട്ട് പില്ലർ താത്തണല്ലോ, കുഴി എടുക്കണല്ലോ. കുഴി എടുക്കുമ്പോഴാണ് പടി കണ്ടത്. പിന്നെയും പടി കണ്ടപ്പം ആർക്കിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു വരുത്തി. അവര് വളരെ സേഫ് ആയിട്ട് ഈ പടികളിൽ കൂടി ചെന്നപ്പോഴാണ് ഇതിന്റെ അടിയിലെല്ലാം ഗുഹകളാണ്. പിന്നെ എന്നെ പറമ്പിലൊക്കെ കുറെ കൊണ്ടുപോയി. പിന്നെ ചെരുപ്പിടാത്തോണ്ട് ഞാൻ ഒത്തിരി പോയില്ല. അതുപോലെ ക്ഷേത്രത്തില് കിണർ ദൂരെയാണ്. അവിടുന്ന് അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ട് പാതയാണ്. അത് നേരെ ക്ഷേത്രത്തിനകത്ത് ചെല്ലും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ മതിലുണ്ടെങ്കിൽ അവിടുന്ന് കിണറിന് അടിക്കൂടി വന്ന് ക്ഷേത്രത്തിനകത്ത് വെള്ളം ചെല്ലുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് പോകാം അത് കൂടെയൊക്കെ. ഇപ്പൊ അവരതൊക്കെ സിമെന്റ് ചെയ്ത് നന്നാക്കി. അപ്പൊ പറഞ്ഞത്, പണ്ട് കാലത്ത് ഇതൊരു കാടായിരുന്നു, വേദക്കാടെന്നാണല്ലോ പേര്. ഇവിടെ ഋഷീശ്വരന്മാർ വന്ന് ധാരാളം നാമം ജപിക്കാറും വേദം ചൊല്ലാറും ഉണ്ടായിരുന്നു. ഒരിക്കല് ഇവിടെ ഇങ്ങനെ തപസ്സനുഷ്ഠിച്ചിരുന്ന ഒരു മുനി അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയെ പ്രതിഷ്ഠിച്ചതാണ് ഇവിടെ. അപ്പൊ എന്താണ്, ഈ ഋഷിയുടെ ചൈതന്യം മുഴുവൻ എടുത്തിട്ടാണ് ഈ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ നിരന്തരമായി തപസ്സു ചെയ്ത സ്ഥലങ്ങളാണ് ക്ഷേത്രമായി പരിണമിക്കുക.
എന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ യോഗീശ്വരന്റെ പ്രതിഷ്ഠ കാണില്ലേ? ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈ യോഗീശ്വരൻ എന്ന് പറയുന്നത് മിക്കവാറും ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചയാളോ അല്ലെങ്കിൽ ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ കാരണമായ ആ യോഗീശ്വരനോ ഋഷിയോ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തെ നമ്മൾ നമിക്കണം. കാരണം അദ്ദേഹം കാരണമാണ് നമുക്ക് ഈ ക്ഷേത്രം ലഭിച്ചത്. അപ്പൊ ആ ഋഷിമാരെ നിരന്തരമായി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഊർജം ഉടലെടുത്തു. നമ്മൾ പറഞ്ഞില്ലേ മന്ത്രത്തിൽ നിന്ന് ഊർജം വരും. ആ ഊർജത്തെയാണ് കലശത്തിലേക്ക് ആവാഹിച്ച് അവിടെ ഒരു വിഗ്രഹമായി പ്രതിഷ്ഠിച്ചത്. സ്ഥലമാഹാത്മ്യം എനിക്ക് മനസ്സിലായത് ശങ്കരാചാര്യ ചരിതം വായിച്ചപ്പോഴാണ്. ഒരുപക്ഷെ എൻ്റെ പ്രഭാഷണങ്ങളിൽ ഇത് ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടതായിരിക്കും. എങ്കിലും ഭഗവത് കാര്യങ്ങളിൽ പുനരുക്തി ദോഷം ഇല്ല, എത്ര ആവർത്തിച്ച് വേണമെങ്കിലും പറയാം. അതായത് ശങ്കരാചാര്യര് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയോട് സന്യാസത്തിനുള്ള അനുവാദമെല്ലാം വാങ്ങി നർമ്മദാ തീരത്തുള്ള ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദരെ അന്വേഷിച്ച് യാത്ര പോവുകയാണ്. പോകുന്ന വഴി അന്ന് ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല, നടന്നാണ്. ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യാവന്ദനമെല്ലാം ചെയ്താണ് യാത്ര. അങ്ങനെ തുംഗാ നദിക്കരയിലെത്തി. തുംഗഭദ്ര കേട്ടിട്ടില്ലേ? തുംഗയും ഭദ്രയും ചേരുമ്പോഴാണ് തുംഗഭദ്രയാകുന്നത്. ഇവിടെ തുംഗാ നദിക്കരയാണ് പറയുന്നത്. ആ തുംഗാ നദിക്കരയിൽ എത്തിയപ്പോൾ ഒന്ന് ക്ഷീണം തോന്നി. മധ്യാഹ്ന സന്ധ്യാവന്ദനം ഒക്കെ ചെയ്തു. ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. കൊച്ചുകുട്ടിയല്ലേ, നല്ല ഉച്ചയ്ക്കുള്ള ചൂടും. കണ്ണങ്ങ് അടഞ്ഞുപോയി. കണ്ണ് തുറന്നപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടു. ഈ നദിയുടെ നടുവിൽ വളരെ വലിയ ഒരു കരിങ്കല്ലുണ്ട്. ആ കരിങ്കല്ലിന്റെ മുകളിലേക്ക് കുറെ തവളകൾ വന്നിരിക്കുകയാണ്. പക്ഷേ ചൂട് വളരെ ശക്തമായതുകൊണ്ട് ഈ തവളയെല്ലാം വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങിയപ്പം എവിടെ നിന്നെന്നറിയില്ല ഒരു സർപ്പം വന്ന് പത്തി വിടർത്തി ഈ തവളകൾക്ക് തണലേക്ക്. കുട്ടി ശങ്കരൻ അത്ഭുതമായി. കാരണം എന്താ, പാമ്പും തവളയും ശത്രുത്വ സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ഇവരെങ്ങനെ മിത്രങ്ങളെ പോലെ പെരുമാറി? അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് മനസ്സിലായി. പക്ഷെ ചോദിക്കാൻ ആരെയും കണ്ടില്ല. അപ്പോഴാണ് മുൻവശത്ത് കുറെ പടവുകൾ കണ്ടത്. ആ പടവുകൾ കയറി മുകളിൽ ചെന്നപ്പോൾ ഒരു ആശ്രമം കണ്ടു. ഉള്ള അനുവാദമെല്ലാം വാങ്ങി നർമ്മദാ തീരത്തുള്ള ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദരെ അന്വേഷിച്ച് യാത്ര പോവുകയാണ്. പോകുന്ന വഴി അന്ന് ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല, നടന്നാണ്. ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യാവന്ദനമെല്ലാം ചെയ്താണ് യാത്ര. അങ്ങനെ തുംഗാ നദിക്കരയിലെത്തി. തുംഗഭദ്ര കേട്ടിട്ടില്ലേ? തുംഗയും ഭദ്രയും ചേരുമ്പോഴാണ് തുംഗഭദ്രയാകുന്നത്. ഇവിടെ തുംഗാ നദിക്കരയാണ് പറയുന്നത്. ആ തുംഗാ നദിക്കരയിൽ എത്തിയപ്പോൾ ഒന്ന് ക്ഷീണം തോന്നി. മധ്യാഹ്ന സന്ധ്യാവന്ദനം ഒക്കെ ചെയ്തു. ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. കൊച്ചുകുട്ടിയല്ലേ, നല്ല ഉച്ചയ്ക്കുള്ള ചൂടും. കണ്ണങ്ങ് അടഞ്ഞുപോയി. കണ്ണ് തുറന്നപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടു. ഈ നദിയുടെ നടുവിൽ വളരെ വലിയ ഒരു കരിങ്കല്ലുണ്ട്. ആ കരിങ്കല്ലിന്റെ മുകളിലേക്ക് കുറെ തവളകൾ വന്നിരിക്കുകയാണ്. പക്ഷേ ചൂട് വളരെ ശക്തമായതുകൊണ്ട് ഈ തവളയെല്ലാം വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങിയപ്പം എവിടെ നിന്നെന്നറിയില്ല ഒരു സർപ്പം വന്ന് പത്തി വിടർത്തി ഈ തവളകൾക്ക് തണലേക്ക്. കുട്ടി ശങ്കരൻ അത്ഭുതമായി. കാരണം എന്താ, പാമ്പും തവളയും ശത്രുത്വ സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ഇവരെങ്ങനെ മിത്രങ്ങളെ പോലെ പെരുമാറി? അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് മനസ്സിലായി. പക്ഷെ ചോദിക്കാൻ ആരെയും കണ്ടില്ല. അപ്പോഴാണ് മുൻവശത്ത് കുറെ പടവുകൾ കണ്ടത്. ആ പടവുകൾ കയറി മുകളിൽ ചെന്നപ്പോൾ ഒരു ആശ്രമം കണ്ടു. അവിടെ ഒരു സ്വാമിജിയുണ്ട്. അദ്ദേഹത്തെ നമസ്കരിച്ച് അദ്ദേഹം ജലമൊക്കെ കൊടുത്തു കുടിക്കാൻ. അതിനുശേഷം ചോദിച്ചു, മഹർഷി ഏതാണ് ഈ സ്ഥലം? അദ്ദേഹം പറഞ്ഞു, തപസ് വളരെയധികം അനുഷ്ഠിച്ചിരുന്ന ഋഷ്യശൃംഗമുനി തപസ് ചെയ്ത സ്ഥലമാണ്. പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തിയത് ഋഷ്യശൃംഗനല്ലേ? ഋഷ്യശൃംഗൻ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലം ശൃംഗഗിരി എന്നറിയപ്പെടുന്നു. അന്നേ ശങ്കരൻ വിചാരിച്ചു ഇവിടെ ഒരു ആശ്രമം പണിയണമെന്ന്. പിന്നീട് ഭാരതത്തില് 4 ആശ്രമങ്ങൾ സ്ഥാപിച്ചതിൽ ഒന്ന് ശൃംഗഗിരിയിലാണ്. ആ ശൃംഗഗിരി ലോപിച്ചാണ് ശൃംഗേരിയായി മാറിയത്. ഋഷ്യശൃംഗൻ തപസ് ചെയ്ത സ്ഥലം. അപ്പൊ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ക്ഷേത്രമായി പരിണമിക്കുക? അപ്പൊ ഋഷിമാർ തപസ് ചെയ്ത സ്ഥലങ്ങൾ. അപ്പൊ ഇവിടെ അസാമാന്യമായിട്ടുള്ള ഊർജമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഊർജം നമ്മളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിലിരുന്നാൽ പോരാ, ഈ ഭൂമിയിൽ വന്നിരിക്കണം.
ക്ഷേത്രഭൂമിയിൽ വന്നാൽ ഇപ്പൊ ജലം ചെയ്യുന്ന പോലെയാണ്. ആ ജലം ആചമനം ചെയ്താലേ നമ്മളിലേക്ക് അത് പ്രവേശിക്കൂ. മന്ത്രങ്ങൾ ചൊല്ലിയാണ് ശ്രീരാമനൊക്കെ ജലം ആചമനം ചെയ്യുന്നത്. ആ മന്ത്രം ചൊല്ലി ജലം ആചമനം ചെയ്യുമ്പോഴേക്കും ആ പോസിറ്റീവായിട്ടുള്ള ജലം ശരീരം മുഴുവൻ അത്രയും നേരം എന്തെങ്കിലും അശുദ്ധി ഉണ്ട് അതെല്ലാം മാറി ഈ അസ്ത്രം തൊടുക്കാനും മന്ത്രം സ്വീകരിക്കാനുമുള്ള പരിശുദ്ധി ഉണ്ടായി. എത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തായി മാറുന്നു? ക്ഷേത്രമായി മാറുന്നു. മറ്റൊന്ന്, വില്ലുമംഗലത്ത് സ്വാമിയാരെ പോലുള്ള ഋഷീശ്വരന്മാർക്ക് ചില സ്ഥലങ്ങളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. ഏറ്റുമാനൂർ വിഗ്രഹം എങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്? ഒരു പുല്ല് വെട്ടുന്ന സ്ത്രീ ഒരിക്കൽ പുല്ല് ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കരിങ്കല്ലില് കൊണ്ടു വാക്കത്തി. അപ്പോ അതിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. സ്വാഭാവികമായും പേടിച്ചുപോയി. അവിടെ ആ സമയത്താണ് സ്വാമിയാര് വന്നത്. അതില് ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് മനസ്സിലായി. എന്താ, ഏതെങ്കിലും ഋഷീശ്വരന്മാര് പണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹമായിരിക്കാം, പിന്നീട് അത് വിവേഷിക്കപ്പെട്ടതായിരിക്കും. ആ ചൈതന്യം അതിൽ കാണും. ആ വിഗ്രഹം എടുത്താണ് നല്ല ഉചിതമായൊരു സ്ഥലം നോക്കി ക്ഷേത്രമായിട്ട് നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മേൽശാന്തി വരെ പറയും, പുതിയ മേൽശാന്തി ചാർജ് എടുത്തു കഴിഞ്ഞ് അഭിഷേകം ചെയ്യുമ്പോഴാണ് അറിയുന്നത് ആ ഏറ്റുമാനൂരെ വിഗ്രഹം കണ്ടിട്ടുണ്ടോ? അത്യാവശ്യം നല്ല വലിയ വിഗ്രഹമാണ്. അതിന്റെ പുറകില് ഇന്നും അരിവാള് കൊണ്ട് വെട്ടിയ വളരെ വലിയ പാടുണ്ട് പുറകുവശത്ത്. അപ്പൊ മേൽശാന്തി പറയും, അഭിഷേകം ചെയ്യുമ്പോ ഈ ജലം എല്ലാം ആ വെട്ടില് കിടക്കും, അതുകൊണ്ട് ചന്ദനം ഒപ്പിവെക്കും കട്ടിയായിട്ട്. എന്നാലും കുറെയൊക്കെ പോകും. വേറൊന്നും വിഗ്രഹത്തിൽ തൊടിയിക്കാൻ പറ്റില്ലല്ലോ, മറ്റു വസ്തുക്കളൊന്നും. എന്നിട്ട് അത് ഒപ്പിവെക്കും. ഇന്നും അതുണ്ട്. അപ്പൊ അതുപോലെ വില്ലുമംഗലത്ത് സ്വാമിയാരെ പോലുള്ളവർക്ക് ഭഗവാൻ ചൈതന്യം മനസ്സിലാകാൻ കഴിവുണ്ട്, ഭഗവാനെ നേരിട്ട് കാണാൻ കഴിവുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറ്റുമോന്ന്. അങ്ങനെയാണെങ്കിൽ PT ഉഷയ്ക്ക് ഓടാനും പറ്റില്ല, അല്ലെ? നമുക്ക് പറ്റാത്തത് വേറെ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ PT ഉഷ ഓടുന്നു പറ്റുമോ? നമുക്ക് PT ഉഷ പോലെ ഓടാൻ പറ്റുമോ? എന്നിട്ട് PT ഉഷ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാലോ? നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, PT ഉഷ അതിനുവേണ്ടി ശ്രമിച്ചു. വില്ലുമംഗലത്ത് സ്വാമിയാര് ഭഗവത് ദർശനത്തിനായിട്ട് ശ്രമിച്ചു, പരിശ്രമിച്ചു, സാധന ചെയ്തു. അദ്ദേഹത്തിന് ആ കഴിവുണ്ടായി. ഐതിഹ്യമാലയില് വളരെ രസകരമായിട്ടുള്ള ഒരു ചരിതം പറയുന്നുണ്ട്. ഒരു ദിവസം വടക്കുംനാഥനെ കാണാനായി തൃശ്ശൂരെത്തി വില്ലുമംഗലത്ത് സ്വാമിയാർ. നടയിൽ ചെന്ന് നിന്നപ്പോഴോ ഭഗവാൻ അകത്തില്ല. നോക്കിയാൽ മനസ്സിലാവും ഭഗവാൻ അകത്തുണ്ടോ. അദ്ദേഹത്തിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ പറ്റും. ഇനിയിപ്പൊ ആരെയാ തൊഴുക? അതുകൊണ്ട് അദ്ദേഹം പതുക്കെ വെളിയിലിറങ്ങി പ്രദക്ഷിണം വെക്കുമ്പോ ഉണ്ടേ ഭഗവാൻ ഇതുപോലെ മതിലില്ലേ, തെക്കുവശത്തെ മതിലിന്റെ മുകളിൽ കയറി മഹാദേവൻ തെക്കോട്ട് നോക്കിയിരിക്കുക. അപ്പൊ അവിടെ പോയി തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ അതല്ല, ഇതെന്താ ഇരിപ്പിങ്ങനെ തെക്കോട്ട് നോക്കിയിരിക്കുന്നെ? അതെന്താന്നറിയാം, ഇന്ന് കാർത്തികയല്ലേ, കുമാരനല്ലൂർ കാർത്തികേയനി രാവിലെ ആറാട്ടൊക്കെ കഴിഞ്ഞ് ആ കുളി കഴിഞ്ഞു വരുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. ആ പ്രൗഢഗംഭീരമായിട്ടുള്ള വരവ് പാർവതി ദേവിയാണല്ലോ. അപ്പൊ ആ വരവ് കാണാൻ ഇരിക്കുകയാണ്. കുമാരനല്ലൂർ വൈകിട്ടും ഉണ്ട്, രാവിലെയും ചില ദിവസങ്ങളിൽ ആറാട്ടുണ്ട്. എങ്ങനെയുണ്ട്? അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും ആ കാർത്തിക ദിവസം മഹാദേവന് വെച്ച് നിവേദ്യം ആ മതിലിന്റെ ചോട്ടിലാണ്. കാരണം ഭഗവാൻ അവിടെയാണ്. അപ്പൊ ഇതുപോലെ ആചാര്യന്മാർക്ക് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പൊ ഒന്നുകിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഋഷീശ്വരൻ നിരന്തരമായി തപസ് ചെയ്ത സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിലെ ചൈതന്യത്തെ ഏതെങ്കിലും ഒരു ഋഷീശ്വരൻ മനസ്സിലാക്കി പ്രതിഷ്ഠിച്ചതായിരിക്കും. മൂന്നാമതായിട്ട് കൂടുതലും ശിവലിംഗം സാളഗ്രാമങ്ങളൊക്കെ ആണെങ്കിൽ വലിയ വലിയ മഹർഷീശ്വരന്മാർ, വസിഷ്ഠമുനി, വിശ്വാമിത്ര മഹർഷി, അവരൊക്കെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവരുടെ സമാധിയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കും. പിന്നീട് അതിനെ പുനഃപ്രതിഷ്ഠ ചെയ്ത് വിഗ്രഹമായി പ്രതിഷ്ഠിക്കും. ശുചീന്ദ്രത്തെ, പത്മനാഭസ്വാമി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയും ക്ഷേത്രം രൂപീകരിക്കപ്പെടും. അതായത് എങ്ങനെയെങ്കിലും തോന്നുന്ന സ്ഥലത്തല്ല ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. ഈ ഭൂമിക്കൊരു പ്രാധാന്യമുണ്ട്, ഇതിലൊരു ഊർജമുണ്ട്. ആ ഋഷിയുടെ ഊർജം വളരെ കാലം നിലനിൽക്കും. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറയെങ്കിലും കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. കറണ്ട് ചിലപ്പോൾ കൂടുതലായിട്ട് വരുമ്പോഴല്ലേ മൊബൈൽ പൊട്ടിത്തെറിക്കുക, ചാർജ് കൂടുതൽ വരുമ്പോഴല്ലേ. അപ്പൊ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് എന്താണ്, ഭൂമിയില് ക്ഷേത്ര ഭൂമിയിൽ വരണം. ഈ ഭൂമിയിൽ വന്നാലോ നമ്മൾ അറിയാതെ കുറച്ച് വർത്തമാനം ഒക്കെ പറയും എല്ലാരെയും കാണുമ്പോ.
മള്ളിയൂർ തിരുമേനി പറയുന്നു, അറിഞ്ഞുകൊണ്ട് തീയിൽ കൈയിട്ടാലും അറിയാതെ തീയിൽ കൈയിട്ടാലും പൊള്ളും. അറിഞ്ഞുകൊണ്ട് സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും അറിയാതെ സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും ഷോക്കടിക്കും. അതുപോലെ അറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വന്നാലും അറിയാതെ ഈ ഭൂമിയിൽ വന്നാലും ഈ ഭൂമിക്കൊരു ചൈതന്യമുണ്ട്, അത് നമ്മളിലേക്ക് പ്രവേശിച്ചിരിക്കും. പക്ഷെ ചിലര് പറയും, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. വൈകുന്നേരം ആകുമ്പോ കുഞ്ഞിനോട് പറയും, കുട്ട അമ്പലത്തിൽ പോയി തൊഴുതിട്ടുവാ. അമ്മയല്ലേ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് ജപിച്ചോളാം. മറുപടി പറയാൻ അറിയില്ല. അമൃതാനന്ദമയി അമ്മ പറയുന്നു, ഭൂമിക്കടിയിൽ എല്ലായിടത്തും ജലമുണ്ട്, പക്ഷെ കുടിക്കാൻ ജലം വേണ്ടപ്പോൾ നീ എന്തുകൊണ്ട് കിണറിനരികിലേക്ക് ഓടുന്നു, നിന്ന സ്ഥലം കുഴിച്ചെടുക്കുന്നില്ല? കുറെ കുഴിച്ച വെള്ളം വരത്തില്ലേ? അപ്പൊ ആ ഭക്തൻ പറഞ്ഞു, നിന്ന സ്ഥലം കുഴിച്ചെടുത്താൽ ചെളിവെള്ളം കിട്ടുന്നത്, നമുക്ക് കുടിക്കാൻ പരിശുദ്ധമായ ജലം വേണം. അതുപോലെ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നു എങ്കിലും പരമാത്മ പരബ്രഹ്മ ഭാവത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ എവിടെ വരണം? ക്ഷേത്രത്തിൽ വരണം. നേരെ മറിച്ച് മാർക്കറ്റിൽ ഇരിക്കുമ്പോഴും സ്കൂളിൽ ഇരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ക്ഷേത്രത്തിലിരിക്കുന്ന അതേ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ എന്താണ്? ക്ഷേത്രത്തിൽ പോകണ്ട. അല്ലാത്തിടത്തോളം കാലം നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ നമ്മൾ പോയിരിക്കണം, എന്നാലേ ഈ ചൈതന്യം വരികയുള്ളൂ. പക്ഷേ ആർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ സാധിക്കും? ഇപ്പൊ ഈ ഗ്രാമത്തിൽ ഇത്രയും പേരാണോ ഉള്ളത്? ഈ സമയത്ത് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നവര് കാണും, അല്ലെ? സീരിയല് കാണുന്നവര് കാണും, സിനിമ കാണുന്നവര് കാണും. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു? നിങ്ങളുടെ മനസ്സ് ഇവിടെയാണ്, ഇരിക്കപ്പുറത്തില്ല. അവരുടെ മനസ്സ് അതിലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ പറയുന്നു. ഇപ്പൊ ഇവിടെ ആ പറമ്പിൽ ഒരു ഫുട്ബോൾ മാച്ച് നടത്തുവാണെന്ന് വെച്ചു, ധാരാളം ആളുകൾ കൂടും, അല്ലെ? വളരെയധികം ആളുകളൊക്കെ കൂടും. വളരെ വലിയ, ഇപ്പൊ വേൾഡ് കപ്പൊക്കെ ആണെങ്കിൽ എന്താ കഥ, എത്ര പേരാണ് കാണാനുള്ളത്. ഭഗവാൻ പറയുന്നു, വേൾഡ് കപ്പ് കാണാനോ അതിനോ ഒന്നും വലിയ യോഗ്യത വേണ്ട. യോഗ്യത അനുസരിച്ചാണ് കാര്യങ്ങൾ. പക്ഷെ 10ാം ക്ലാസ് എഴുതണമെങ്കിൽ 9ാം ക്ലാസ് പാസ്സാകണം. സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെങ്കിൽ ഡിഗ്രി വേണം. ഡാൻസിലാണെങ്കിലും മതി, ചിത്രരചനയിലാണെങ്കിലും മതി, പക്ഷെ ഡിഗ്രി വേണം. ഓരോന്നിനും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ക്ഷേത്രഭൂമിയിൽ വരണമെങ്കിൽ, ഭഗവാന്റെ നാമം കേൾക്കണമെങ്കിൽ, ചരിതം കേൾക്കണമെങ്കിൽ പൂർവജന്മ സുഹൃതം ചെയ്യണം. കഴിഞ്ഞ ജന്മത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്തു വന്നവർ, അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഈ ജന്മത്തിൽ കുറെ നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അടുത്ത ജന്മാകുമ്പോ ഓപ്പണിംഗ് ബാലൻസ് പിന്നെ 0 ആകുമോ? നമ്മള് അക്കൗണ്ട്സ് ചെയ്യത്തില്ലേ? വീണ്ടും 1 തൊട്ട് തുടങ്ങണോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഒരിക്കലും വേണ്ട. കഴിഞ്ഞ ജന്മത്തിൽ എവിടെ ചെയ്ത് നിർത്തിയോ അടുത്ത ജന്മത്തിൽ അതിനനുസരിച്ചൊരു ജന്മം കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ നല്ലതാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ ഭഗവത് ഭജനം ചെയ്യാൻ സാഹചര്യമുള്ള ഒരു ഗർഭത്തിൽ പോയി നമ്മൾ ജനിക്കും. ഈശ്വര കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. കഴിഞ്ഞ ജന്മത്തിൽ കയ്യിലിരിപ്പ് മോശമാണെങ്കിലോ അതിനനുസരിച്ചുള്ള ഒരു ജന്മം കിട്ടും. അതായത് നമ്മൾ ജനിക്കുമ്പോൾ കഴുത്തില് അദൃശ്യമായിട്ടുള്ള ഒരു മാലയായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ ഈ മാല നല്ല സുഗന്ധമുള്ളതായിരിക്കും. കഴിഞ്ഞ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ഈ മാലയ്ക്ക് ദുർഗന്ധമായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ എഴുതി വെക്കും, ഗുരുവായൂരപ്പൻ എൻ്റെ വീടിന്റെ ഐശ്വര്യം, ചക്കുളത്തുകാവിലമ്മ എൻ്റെ വീടിന്റെ ഐശ്വര്യം. ചിദാനന്ദപുര സ്വാമിജി പറഞ്ഞു, ഇവരാരുമല്ല, എൻ്റെ കയ്യിലിരിപ്പ് എൻ്റെ വീടിന്റെ ഐശ്വര്യം. അല്ലെ? നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മളുടെ ഫലത്തെ, ഗുണത്തെ എല്ലാം നിർവചിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഭഗവത് കഥകൾ കേൾക്കണമെങ്കിൽ, കേൾക്കാൻ പറ്റണമെങ്കിൽ ബാക്കിയുള്ള എന്തിനേക്കാളും ക്വാളിഫിക്കേഷൻ വേണം. നമ്മളെ കളിയാക്കുന്നവരില്ലേ, അമ്പലവാസി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ? എപ്പ നോക്കിയാലേ അമ്പലം ഇറങ്ങി നടക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? ഇവരൊക്കെ അമ്പലത്തിലേക്ക് വരും. പക്ഷെ ചിലപ്പോ ഈ ജന്മത്തിലായിരിക്കില്ല, ഒരു 2-3 ജന്മമൊക്കെ കഴിയുമ്പോ ഇതുപോലെ പ്രഭാഷണത്തിനായിട്ട് വന്നിരിക്കും. പതുക്കെ വണ്ടി ഓടിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് അഹങ്കരിക്കേണ്ട. ഭഗവത് കാരുണ്യമുള്ളത് കൊണ്ടും കഴിഞ്ഞ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കൊണ്ടും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ ഇവിടെ വന്നു. മാത്രമല്ല, കുട്ടികളെ നിർബന്ധമായും ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുക. പക്ഷേ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ ഒരിക്കലും കുട്ടികളെ തെറ്റു പറയാൻ സാധിക്കില്ല.
അമ്മമാര് വന്ന് കുട്ടികളെ പറ്റി പറയും. ഞാനൊക്കെ ടീച്ചർ ആയതുകൊണ്ട് 24 വർഷമായി. എന്താ കുറ്റം പറയുന്നതിനുള്ള ഒരു ത്വരാന്നറിയാമോ? ശരിക്കും ചോദിക്കും, നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്തോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് LKG പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടി, ഇപ്പൊ pre-KG ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ LKG പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടി നന്നായിട്ട് കരയാണ് സ്കൂളിൽ പോകണ്ട. നമ്മൾ പറയും എന്നാ കുട്ടൻ ഇനി LKG പോകണ്ടെന്ന്. നമ്മൾ എന്തു പറയും? വലിച്ചു പിടിച്ച് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ പല്ല് ആദ്യം വരുന്ന സമയത്ത് കുഞ്ഞിന്റെ പല്ല് തേപ്പിക്കുമ്പോഴോ കുഞ്ഞ് കീറി പൊളിക്കും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? എന്നാ പല്ല് തേക്കണ്ട പറയുവോ? കൊങ്ങയ്ക്കൊക്കെ പിടിച്ചിട്ട് തലയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് തേപ്പിക്കുക. പക്ഷേ അടുത്ത ദിവസം ബാലഗോകുലത്തിലെയും മതപാഠശാലയിലെയും ടീച്ചർ വന്ന് ചോദിക്കും, മോനെ ഇന്നലെ കണ്ടില്ലല്ലോ. അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന്റെ വ്യത്യാസം അമ്മ പറയും, ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന്റെ വ്യത്യാസം, പല്ല് തേപ്പിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, നിർബന്ധിച്ച് ചെയ്യിച്ചു. സ്കൂളിൽ വിടുന്നത് എന്റെ കുഞ്ഞിന്റെ നല്ലതിനാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, നിർബന്ധിച്ച് ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് ഒരിക്കലും ബോധ്യമില്ല ബാലഗോകുലത്തിലും മതപാഠശാലയിലും വിടുന്നത് എന്റെ കുഞ്ഞിന്റെ നല്ലതിനാണ്. ആണെങ്കിൽ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരുത്തിയേനെ. ഇരുത്തിയിരുന്നെങ്കിലോ എന്റെ പ്രഭാഷണം എന്നല്ല, ആരുടെ പ്രഭാഷണം കേട്ടാലും ഒരു പോയിന്റ് ആണെങ്കിലും ഗുണമില്ലാത്തൊരു പ്രഭാഷണം കാണുമോ? ഇപ്പൊ ചുമ്മാതാണല്ലേ ഈ കുഞ്ഞൊക്കെ ഇരുന്ന് ആൻസർ പറയുന്നില്ലേ? നിങ്ങളെക്കാട്ട് എത്ര ക്വിക്കായിട്ട് അവർ ആൻസർ പറയുന്നത് ചോദിക്കുമ്പോ അവര് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്.